ഓക്കെ, വെൽക്കം ബാക്ക്. ഇടയ്ക്ക് കുറച്ച് നെറ്റ് ട്രബിൾ നമുക്ക് വന്നുപോയി, അതുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇങ്ങനെയായി പോയത് കേട്ടോ. ഓക്കെ, എന്തോ പക്ഷെ അത് ക്ലാസിന്റെ ഇടയ്ക്ക് അവൻ പിടിച്ച് വെക്കി പോവുക. ഓക്കെ ഓക്കെ, ഇന്ന് കിട്ടുന്നുണ്ട്. ശരി മാഷെ, ഞാൻ വിളിക്കാം. ഉണ്ട്. Okay, so we were talking about the farmer and his wife. അല്ലേ, ഒരു ഫാർമറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുറിച്ചുള്ള സ്റ്റോറി ആയിരുന്നു നമ്മൾ പറയുന്നുകൊണ്ടിരിക്കുന്നത്. എന്താ നമ്മൾ പറഞ്ഞേ? once there lived a farmer and his wife. അല്ലേ, ഒരു ഫാമറും അദ്ദേഹത്തിന്റെ വൈഫും ഉണ്ടായിരുന്നു. they were living a very peaceful life. എന്തായിരുന്നു? അവര് നല്ലൊരു ജീവിതമായിരുന്നു. so the farmer and his wife worked very hard. എന്താണ്? ഫാർമറും കൃഷിക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ നന്നായിട്ട് ജോലി ചെയ്താണ് അവര് ജീവിച്ചത്. so they thought of buying few hens. okay, അവര് കുറച്ച് കോഴികളെ വാങ്ങാൻ തീരുമാനിച്ചു. okay, not hens, ducks. okay, അവര് കുറച്ച് താറാവുകളെ വാങ്ങാൻ തീരുമാനിച്ചു. okay, and then they thought of living by selling the eggs. okay, അവര് വിചാരിച്ചു ആ മുട്ടകള് വിറ്റിട്ട് അവർക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ചോദിച്ചു ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ? they thought of living by selling the eggs. മുട്ട വിറ്റ് ജീവിക്കാമെന്ന് അവര് തീരുമാനിച്ചു. എന്നിട്ടോ? so every day they were getting eggs from the ducks. okay, അവർക്ക് എല്ലാ ദിവസവും എന്ത് കിട്ടുന്നുണ്ടായിരുന്നു? മുട്ട കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ടോ? then every day they were selling the eggs. so then the one of the duck started to lay golden eggs. അപ്പോ അതിലൊരു ഡക്ക് എന്ത് ചെയ്യായിരുന്നു അറിയോ? ഒരു ഡക്ക് സ്വർണ്ണ മുട്ടയിടാൻ തുടങ്ങി. എവറി ഡേ the hen duck was laying golden egg. എല്ലാ ദിവസവും ഓരോ ഗോൾഡൻ എഗ് ഇടുവായിരുന്നു. ആര്? നമ്മുടെ ഡക്ക്, one of the duck. എന്നിട്ടോ? so they were selling the egg and getting plenty of money. അല്ലേ, അപ്പൊ അവർക്ക് ആ ഗോൾഡൻ എഗ് കൊടുത്തിട്ട് അവർക്ക് നന്നായിട്ട് ആവശ്യത്തിന് പൈസയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. so one day the farmer's wife thought, why should I don't gain all these eggs together? എന്തുകൊണ്ട് ഈ ഓരോ ദിവസം ഓരോ സ്വർണ്ണമുട്ട കിട്ടുന്നതിനേക്കാൾ എത്ര നല്ലതാണ് എല്ലാ സ്വർണ്ണമുട്ടയും ഒന്നിച്ചിങ്ങ് കിട്ടുവാണെങ്കിൽ എന്ന് വിചാരിച്ചു. and the farmer's wife decided to kill this duck. okay, അപ്പൊ എന്താ? ഫാർമറിന്റെ വൈഫ് എന്ത് തീരുമാനിച്ചു? ഈ ഡക്കിനെ അങ്ങ് കൊന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കീറി അതിന്റെ വയറ്റിലെ എഗ് എല്ലാം കൂടി ഇങ്ങ് എടുക്കാമെന്ന് ആര് തീരുമാനിച്ചു? ഫാർമറിന്റെ വൈഫ് തീരുമാനിക്കുകയാണ്. and one day when the farmer went out, farmer പുറത്തു പോയൊരു ദിവസം the wife killed the duck and looked into its stomach for the golden eggs. ആ ഡക്കിന്റെ കൊന്നിട്ട് കീറി അതിന്റെ വയറ്റിനകത്ത് ഗോൾഡൻ എഗ് ഉണ്ടോ എന്ന് നോക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ? ബട്ട് ദ ലേഡി ഫൗണ്ട് നത്തിങ്. അവർക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല, ഒറ്റ മുട്ട പോലും ഇല്ലായിരുന്നു. so this wife was very greedy. അല്ലേ, ഭയങ്കര എന്തായിരുന്നു? അത്യാഗ്രഹമായിരുന്നു. so they lost the
duck and also did not get any egg. അല്ലേ? അവരുടെ അത്യാഗ്രഹം മൂലം അവർക്ക് ആ ഡക്കിനെ നഷ്ടമാവുകയും ചെയ്തു. ബാക്കി മുട്ടകളൊന്നും കിട്ടിയുമില്ല. ഓക്കെ. ഓക്കെ, ഇനി ആര് സ്റ്റോറി പറയുന്നേ? ആര് പറയും സ്റ്റോറി? ഇഷാനി. ഓക്കെ, ഇഷാനി അൺമ്യൂട്ട് ചെയ്തോ. അൺമ്യൂട്ട് ചെയ്തോ ഇഷാനി കുട്ടി. കൗശലക്കാരനായ കാക്ക. ഒരു ദിവസം ഒരു കാക്ക, കൗശലക്കാരായ കാക്ക ഇങ്ങനെ പറക്കുവായിരുന്നു. കൗശലക്കാരായ കാക്കയ്ക്ക് ദാഹിച്ചപ്പോൾ ഒരു വീട്ടിൽ ഇത്തിരി വെള്ളം കണ്ടു. കൗശലക്കാരനായ കാക്ക പറന്ന് ചെന്നിട്ട് കുടിക്കാൻ നോക്കി. കൗശലക്കാരനായ കാക്കയ്ക്ക് കിട്ടുന്നില്ല. എന്നിട്ട് കൗശലക്കാരായ കാക്ക ഒരു 2-3 കല്ലൊക്കെ പെറുക്കി അതിനകത്തിട്ടു. എന്നിട്ട് ആ വെള്ളം പൊങ്ങി വന്നിട്ട് കാക്ക വെള്ളം കുടിച്ചു. എന്നിട്ട് പറന്നു പോയി. വെരി ഗുഡ്, നല്ല സ്റ്റോറിയാണ്. ക്ലാപ്പ് കൊടുത്ത് എല്ലാവരും. ഇനി ആരാ പറയുന്നേ? ഇനി ആരാ? നിതാഷയ. ഇത് 10 ബിങ്കാണ്. ഓക്കെ, ഇനി ആരാ നമ്മുടെ സ്റ്റോറി പറയുന്നയാള്? ഓക്കെ, മനസ്സിലായ? എന്താ പറഞ്ഞത് നമ്മള്? ഇനി ആരാ സ്റ്റോറി പറയുന്നയാള്? ഇനി ആരായിരുന്നു? ആർക്കും പറയാൻ കഴിയില്ല. ഷാനി എണീറ്റ് പോവാണ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും. ഓക്കെ, ഇന്ന് ആർക്ക് സ്റ്റോറി ഒന്നും പറയാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല അല്ലെ? അല്ലെങ്കിൽ എനിക്ക് സ്റ്റോറി പറഞ്ഞ് നമുക്ക് സമയം തീരുന്നതല്ലായിരുന്നല്ലോ. അഭിനവ് ഇരിക്കാൻ മടി തോന്നുന്നുണ്ടോ? എന്താ അഭിനവേ, സ്റ്റോറി പറഞ്ഞു തന്നെ മിസ്സിന്. അഭിനവ് കേട്ടാ പറഞ്ഞു തന്നെ. അൺമ്യൂട്ട് ചെയ്തേ അഭിനവ്. എന്ത് പറയുന്ന പോയി. പിന്നെ എടുക്കനാണല്ലോ. നല്ല സ്റ്റോറി. ഒന്ന് ക്ലാപ്പ് കൊടുത്തേ. ഇതാരാടി സ്റ്റോറി പറഞ്ഞില്ല?
ആരാ സ്റ്റോറി പഠിപ്പിച്ചെന്നെ? അമ്മയാണോ? ആ, നല്ല സ്റ്റോറി ആട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴും സ്റ്റോറി പഠിച്ചിട്ട് വരണേ. പുതിയ സ്റ്റോറി കേട്ടോ. മിടുക്കൻ. ഓക്കെ, അൻവിത കുട്ടി എവിടെ പോവാ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ.